നേപ്പാളിൽ നിന്ന് നമ്മളിനി സ്പെയിനിലേക്ക് ഒരു മനുഷ്യക്കടത്തിന്റെ കഥയിലേക്കാണ് പോകുന്നത്. വലിയൊരു മനുഷ്യക്കടത്താണ് സ്പെയിനിൽ നടക്കുന്നത്. പാവപ്പെട്ട നേപ്പാളികൾ കഴിഞ്ഞിരുന്നത് അടിമകളെ പോലെയാണ്. വലിയൊരു സംഘത്തെയാണ് സ്പാനിഷ് പോലീസ് കഴിഞ്ഞ ദിവസം പൊക്കിയത്. ആ റാക്കറ്റിനെ ഇല്ലാതാക്കി കളഞ്ഞു സ്പാനിഷ് സംഘം. മനുഷ്യരെ കടത്തുന്ന വൻ സംഘം. കിഴക്കൻ സ്പെയിനിലെ ഫാമുകളിൽ ജോലിക്ക് വേണ്ടി കൊണ്ടുവരുന്നവരായിരുന്നു ആ മനുഷ്യക്കടത്തിൽപ്പെട്ട ഇരകൾ. ഇല്ലീഗലായി, ക്രമരഹിതമായി നൂറുകണക്കിന് വിദേശ കുടിയേറ്റക്കാരെയാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതാണ്. ഈ റാക്കറ്റിൽ 11 പേരാണ് പിടിയിലായത്. 300-ലേറെ പേരെ ആ റാക്കറ്റിന്റെ കയ്യിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ ഭൂരിഭാഗവും നേപ്പാളിൽ നിന്നുള്ളവരായിരുന്നു. അലിക്കാന്റെ, വലൻസിയ, സരഗോസ ഈ പ്രദേശങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഗ്രാമീണ മേഖലകളിൽ ജോലിക്കായി കൊണ്ടുവരുന്നവരാണിവർ. അതായത് വളരെ പാവപ്പെട്ട, ദാരിദ്ര്യമുള്ള ആളുകളെ കണ്ടെത്തി കൊണ്ടുവരുന്നു ഈ ഫാമുകളിൽ തൊഴിലെടുക്കുന്നതിനായി വേണ്ടി. ഷെങ്കൻ ടൂറിസ്റ്റ് വിസയിൽ അവർ ആദ്യം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്നു. അവിടെ എത്തിച്ച ശേഷമാണ് ജോലിക്കായി ഈ നടത്തുന്ന മനുഷ്യക്കടത്ത്. വായു സഞ്ചാരമില്ലാത്ത ഇരുട്ട് നിറഞ്ഞ മുറികളിലാണ് ഇവരെ കിടത്തിയിരുന്നത് എന്നുള്ളതാണ്. പോലീസ് ഉള്ളിൽ ചെല്ലുമ്പോൾ കണ്ട കാഴ്ചകൾ അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഒരു ജയിലിൽ കഴിയുന്നത് പോലെ അവർ ഇങ്ങനെ അട്ടിയിട്ട് ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. പലരും കിടക്കുന്നത് തറയിലാണ്. ആ തറയിൽ കിടന്ന് പല ദിവസങ്ങളിലും ഭക്ഷണമില്ലാതെ, എന്നാൽ അടിമപ്പണി ചെയ്ത് അവർ ജീവിച്ചു ദിവസങ്ങൾ. ആൽബസെറ്റ് പ്രവിശ്യയിലെ റെയ്ഡുകളിലാണ് ഇത്തരത്തിൽ പണവും വ്യാജരേഖകളും ഫോണുമൊക്കെ പോലീസ് പിടിച്ചെടുത്തത്. പീഡനമെന്ന് പറഞ്ഞാൽ കൊടിയ പീഡനമായിരുന്നു. ചിലർ ഒരു ദിവസം 12 മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്നുവെന്നാണ് പോലീസിനോട് മൊഴി നൽകിയത്. ജോലി ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നിർബന്ധിച്ചു, പീഡിപ്പിച്ചു. പലർക്കും ശമ്പളം നൽകിയിരുന്നില്ല. വേതനം കിട്ടാതെ അവർ തൊഴിലെടുത്തു. ആഹാരമോ അത് പേരിന് മാത്രം. അസാധാരണ സാഹചര്യമെന്നാണ് സ്പാനിഷ് സർക്കാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അടിമത്തത്തിന് തുല്യമായിട്ടുള്ള മനുഷ്യ ധ്വംസനം. നിസ്സംശയം പറയാം, നേപ്പാളിൽ നിന്ന് അത്തരത്തിൽ സ്പെയിനിലെത്തി ഈ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന അവർ എത്രമാത്രം കഷ്ടതയിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ.